ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിലെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗം കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയാൻ പോണത്. അപ്പൊ ഇത് തമിഴിലെ റീമേക്കിലെ ഭാഗമാണ് പറയുന്നത്. അപ്പൊ ഈ ഭാഗം എന്തായാലും നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ സുകന്യ വല്ലാതെ ഷോ ഓഫ് ഒക്കെ കാണിക്കുകയാണ്. അപ്പൊ സുകന്യക്കും ധർമ്മനും വേണ്ടിയിട്ട് നമ്മുടെ ദേവിയും അതുപോലെ നമ്മുടെ ബാലനും ഗോമതിയും കൂടി ചേർന്ന് അവരുടെ റൂം ഒഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോ ധർമ്മം പറയുന്നുണ്ട്, എന്തിനാ അളിയാ ഈ റൂം, ഇത് അളിയന്റെയും ചേച്ചിയുടെ റൂം അല്ലേ എന്ന് പറയുമ്പോഴേക്കും, എടാ അത് സാരടാ, ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ സ്റ്റോർ റൂമിൽ കിടന്നോളാം. അയ്യോ അത് ചെറിയ റൂമല്ലേ, ഞങ്ങൾക്ക് അത് മതിയടാ, അല്ലെങ്കിൽ ഒരു റൂം എടുക്കാൻ നിൽക്കായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സുകന്യ ചോദിക്കണ്ട്, എല്ലാ ബാലേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ധർമ്മേട്ടന്റെ വിവാഹം ഉറപ്പിച്ചതാണല്ലോ, അപ്പൊ ധർമ്മേട്ടനെ കിടത്താൻ വേണ്ടിട്ട് ഒരു റൂമും കാര്യങ്ങളൊന്നും നിങ്ങൾ അറേഞ്ച് ചെയ്തില്ലേ? അപ്പോ ബാലൻ പണ്ട്, സോറി മോളെ, അത് വേറൊന്നുമല്ല, ധർമ്മന് വേണ്ടി ഒരു റൂം പ്രത്യേകം ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ടേയിരുന്നത്. അല്ല എന്നാലും കല്യാണം കഴിഞ്ഞ ആൾക്ക് ഒരു റൂം കൊടുക്കണമല്ലോ എന്ന് സുകന്യ പറയുമ്പോഴേക്കും ഗോമതി പറഞ്ഞിട്ട്, തൽക്കാലത്തേക്ക് ഈ റൂമിൽ നിൽക്ക്, പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു റൂം ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആളെയൊക്കെ വെച്ചോളാം, എന്നിട്ട് ആ റൂം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാം. എങ്കിൽ ശരി, തൽക്കാലത്തേക്ക് ഈ റൂം എടുത്തു. അല്ല ഈ റൂം എത്ര എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ബാലേട്ടാ എന്ന് സുകന്യ ചോദിക്കുമ്പോ ബാലിനൊരു സ്ക്വയർ ഫീറ്റിനെ കണക്ക് പറയുന്നുണ്ട്. അത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ റൂം? ഉണ്ടെന്ന് പറയാണ്. ശരിയെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്തോ. അല്ല മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ട, ചായയോ കാപ്പിയോ എന്ന് ഗോമതി ചോദിക്കുമ്പോഴേക്കും സുകന്യ പറയണ്ട, അയ്യോ ചേച്ചി ഞാൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല, എനിക്ക് അവക്കാഡോ മതി. എന്ത് അവക്കാഡോ ജ്യൂസ് എന്ന് പറയാണ്. അവക്കാഡോ ജ്യൂസോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുകന്യ അവിടെ പോവാട്ടോ. അപ്പൊ ധർമ്മയോട് ചോദിക്കട്ടെ, എന്താണ് അവക്കാഡോ ജ്യൂസ്? അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ അവക്കാഡോ വാങ്ങിച്ചിട്ട് വരാം, അത് ജ്യൂസ് ഉണ്ടാക്കി എങ്ങനെ കൊടുത്താൽ മതി എന്നൊക്കെ നമ്മുടെ ധർമ്മനും പറയണ്ട. ശേഷം ഗോമതി പോയി കഴിയുമ്പോൾ ധർമ്മൻ സുകന്യ അടുത്ത് പറയണ്ട, സുകന്യ അതെന്റെ ചേച്ചിയാണ്, മറ്റേ ചേച്ചിയുടെ ഭർത്താവാണ്, എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനമാണ്, അവർക്ക് കുറച്ചുകൂടി ബഹുമാനം കൊടുത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോ സുകന്യ പറയണ്ട്, അതെ ഞാൻ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയും, അത് എന്റെ കുഴപ്പമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്തിനു കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് അപ്പൊ തന്നെ നടത്തുകയും ചെയ്യും, എന്റെ സ്വഭാവം അങ്ങനെയാണ്, ധർമ്മേട്ടനെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ കല്യാണ പന്തലില് അതുകൊണ്ടല്ലേ ധർമ്മേട്ടനെ പെട്ടെന്ന് മണവാട്ടി പെണ്ണാവാൻ വേണ്ടി തീരുമാനിച്ചതും, എന്തായാലും എനിക്ക് എന്റെ സ്വഭാവം ആർക്കും വേണ്ടിട്ട് മാറ്റാൻ പറ്റുമെന്നില്ല ധർമ്മേട്ട എന്നൊക്കെ പറയാട്ടോ. ധർമ്മന് ഒരു വശപശക്കൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മിത്രനെയാണ് കാണിക്കുന്നത്. മിത്ര ദേവീനെ ഫോൺ വിളിക്കുകയാണ്. ദേവി ഫോൺ എടുക്കണ്ട, ഹലോ മിത്രമോളെ എന്തുണ്ട് വിശേഷം, നമ്മുടെ മാമന്റെ പുതിയ പെണ്ണ് എന്ത് പറയുന്നു? ചേച്ചി റൂമിലാണെന്നോ, നിനക്ക് സംസാരിക്കാൻ പാടില്ലേ? നമ്മുടെ ടൈപ്പ് എല്ലാം തോന്നുന്നു. അങ്ങനൊന്നും പറയല്ലേ, നമ്മുടെ മാമന്റെ പെണ്ണല്ലേ, അങ്ങനൊന്നും മാറ്റി നിർത്തണ്ട, നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാന്നേ, മോള് അങ്ങ് അടിച്ചു കയറി സംസാരിക്കും, ഒരു കുഴപ്പമില്ല, എന്നാലും ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല ഫ്രണ്ട്ലി ആവാൻ നോക്ക്. എന്നാലും ദേവിയെടുത്ത് ഇല്ലല്ലോ, ദേവിയെടുത്ത് എപ്പോഴാ വരാ, ശ്രീകലാന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാണ് മിത്ര. അമ്മക്ക് കുറവില്ല മിത്രേ. ആണോ? ദേവിയെടുത്തിനെ കാണാൻ കൊതിയായി, ദേവിയെടുത്ത് പെട്ടെന്ന് വരാവോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് ദേവിയെടുത്തി ശ്രീകലാന്റിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇവിടെ അസുഖമാണവരെ നമുക്ക് എല്ലാവർക്കും നോക്കാലോ എന്ന് മിത്ര പറയാണ്. അത് മോളെ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദ് അങ്ങോട്ട് വരുന്നുണ്ടോ. അയ്യോ ദേവിയെടുത്തി, ഞാൻ ആനന്ദേട്ടനിലേക്ക് ഫോൺ കൊടുക്കാവേ, ആനന്ദേട്ട അങ്ങോട്ട് വന്നേ, ദേവിയെടുത്തിയ ഫോണില് എന്ന് പറഞ്ഞ് കൊടുക്കാണ്. ആനന്ദിന്റെ ദേഷ്യം വരുന്നുണ്ട്. ആനന്ദ് മിത്രടുത്ത് പറഞ്ഞ, അതേ മിത്രനെ അമ്മ വിളിക്കുന്നുണ്ട് അടുക്കളയില്. എന്നെയോ വിളിച്ചോ? അതെ വിളിച്ചെന്നേ. എന്നാ ഞാൻ പോയി ചോദിച്ചിട്ട് ഇപ്പൊ വരാവേ, പിന്നെ ഫോണിൽ ചാർജ് കുറവാ, വിളിച്ചു കഴിഞ്ഞിട്ടെ ഫോൺ ഒന്ന് ചാർജിലിടണം ആനന്ദേട്ടാ എന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് പോവാണ്. മിത്ര പോയുമ്പോഴേക്കും ആനന്ദ് പറയണ്ടേ, എടി നീ എന്തിനടി ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അയ്യോ ഞാൻ വിളിച്ചതല്ല, മിത്ര എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ഇവിടെ കയറി പറ്റാൻ വേണ്ടി നോക്കുവാണല്ലേ. അല്ല ഞാൻ മാമന്റെ പെണ്ണിന്റെ വിശേഷമൊക്കെ പറയുമായിരുന്നു. അതെ ഇത് എന്റെ വീട്, എന്റെ മാമന്റെ ഭാര്യ, അത് അന്വേഷിക്കാൻ നീ ആര്? അപ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടന്റെ ഭർത്താവല്ലെന്നൊക്കെ ആനന്ദേട്ടൻ പറയുന്നുണ്ട്. ശരി ആനന്ദേട്ടൻ എന്റെ ഭർത്താവല്ലെന്ന് ആനന്ദേട്ടൻ പറഞ്ഞു, പക്ഷെ കുഴപ്പമില്ല, പക്ഷെ അവിടെ ഉള്ളത് എന്റെ അനിയത്തിമാരാ, മിത്രയും മീനാക്ഷിയൊക്കെ എന്റെ അനിയത്തിയാ, അവിടെ ഉള്ളത് എന്റെ അച്ഛനാ, അമ്മയാ, സഹോദരങ്ങളാ, ആര്യനും ആകാശൊക്കെ എന്റെ സഹോദരനാണ്, പിന്നെ ധർമ്മമാമൻ എന്റെ മാമനാണ്, അതൊന്നും ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ദേവി പറഞ്ഞു. ഓഹോ അപ്പൊ നീ ബന്ധം പറഞ്ഞ് വീണ്ടും വരാനാണല്ലേ? ആനന്ദേട്ടൻ അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ആനന്ദേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചില്ല. എന്നാലും നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ഇവിടെ നിന്ന് ആരും വിളിക്കാതെ ഞാൻ നോക്കിക്കോളാം, വെച്ചിട്ട് പോടി, ഇവിടെ നിന്റെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദ് ഫോൺ കട്ടായിട്ട് ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശേഷം ധർമ്മൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇങ്ങനെ സുകന്യടുത്ത് പറയണ്ട, നമ്മുടെ ചേച്ചിയും അളിയനും എന്ത് നല്ല ആൾക്കാരാണെന്ന് ആലോചിച്ച് നോക്കിയ സുകന്യ, ഞങ്ങൾക്ക് വേണ്ടി അവരുടെ റൂം തന്നെ അവർക്ക് ഒഴിഞ്ഞു തന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സുകന്യ കാല് വെച്ചിങ്ങനെ അളവെടുക്കുക കേട്ടോ. ഇല്ല സുകന്യ എന്തേ നോക്കണത്, വല്ല പഴുതാരയും പാറ്റിയും ഉണ്ടോന്നാണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, എന്റെ ചേച്ചി ഭയങ്കര വൃത്തിയും എടുപ്പാ, ഒരു പല്ലിയോ പാറ്റോ ഒന്നും ഈ വീട്ടിലുണ്ടാവില്ല. ഞാൻ അതൊന്നും നോക്കിയതല്ല. പിന്നെ സുകന്യ എന്താ നോക്കണത്? അല്ല അളവ് നോക്കുമായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ അളവേ
തെറ്റാണ് ധർമ്മേട്ട. ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ സ്ക്വയർ ഫീറ്റ് കറക്റ്റ് ആണ്, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ സ്ക്വയർ ഫീറ്റ് കറക്റ്റ് അല്ല. എന്റെ സുകന്യെ ഉറങ്ങാൻ കിടക്കുമ്പോ ഈ സ്ക്വയർ ഫീറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമല്ലോ. ഒരു റൂം ആകുമ്പോ കിടന്ന് ഉറങ്ങണം, ഇരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ സ്ക്വയർ ഫീറ്റ് ഉണ്ടായേ പറ്റൂ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു റൂമിന് ഇത്രയോ സ്ക്വയർ ഫീറ്റ് വേണമെന്നുണ്ട്. അല്ലെങ്കിൽ ശ്വാസം മുട്ടുണ്ടാകും, ഡസ്റ്റ് അലർജി ഉണ്ടാകും, ശ്വാസം മുട്ടും, ഓക്സിജന്റെ ലെവൽ കുറയും. ഇപ്പൊ തന്നെ ഈ റൂമിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞിട്ടില്ലേ? ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. അത് ഇതുകൊണ്ടിട്ടാ എനിക്ക് ഇതുപോലത്തെ ഒരു ചതി പറ്റിയിട്ടുണ്ട് എന്ന് സുകന്യ ഇങ്ങനെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ സുകന്യ ഇങ്ങനെയൊക്കെ പറയുമ്പോ ധർമ്മം പറയുന്നുണ്ട്, സുകന്യെ പോട്ടെ, കുറച്ചു ദിവസം കഴിയുമ്പോ ഒരു റൂം സെറ്റ് ചെയ്ത് തരുന്ന ബാലേട്ടൻ പറഞ്ഞല്ലോ, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശരി, എന്നാലും കിടക്കട്ടെ, വല്ലാത്ത ഉറക്കം എന്ന് പറഞ്ഞിട്ട് സുകന്യ കയറി കിടക്കാണ്. നടുക്ക് തലേണയും വെക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്, വല്ലാതെ ക്ഷീണം എന്ന് പറഞ്ഞ് കിടക്കാണ്. ധർമ്മം മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, കല്യാണം കഴിയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും, അതോ ഇവൾക്ക് എന്നോട് ഇഷ്ടമൊന്നും ഇല്ലേ എന്നൊരു തോന്നൽ ധർമ്മന് തോന്നും കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ബാലനും ഗോമതിയൊക്കെ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2ാമത്തെ ദിവസമാണ്, ഹണിമൂണിനെ പോണ കാര്യങ്ങളും തീരുമാനിച്ചില്ലേ? എന്ത് ഹണിമൂൺ ചേച്ചി, അതൊന്നും വേണ്ട. എന്താടാ നിനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? സുകന്യ കേൾക്കണം കേട്ടോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സുകന്യ വിചാരിക്കും സുകന്യ എടുത്ത് താല്പര്യം ഇല്ലാന്നിട്ടാണെന്ന്. അപ്പൊ ധർമ്മം മനസ്സിൽ വിചാരിക്കണ്ട്, അവൾക്കല്ല എന്നോട് താല്പര്യമില്ലാതെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഗോമതി പറയണ്ടേടാ, അങ്ങനെയല്ലടാ, നിനക്ക് ആദ്യം ഞങ്ങൾ ഉറപ്പിച്ച പെണ്ണ നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾക്കറിയാം, അവൾക്കും നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത് പറയാനാ, അത് മുടങ്ങിപ്പോയി. ചിലപ്പോ ഭഗവാനായിട്ട് ചിലപ്പോ ഇവളെ കൂട്ടി വെച്ചതായിരിക്കും, ചിലപ്പോ നല്ല പെൺകുട്ടി ആയിരിക്കട്ടെ സുകന്യ, ചിലപ്പോ നിനക്ക് അവളെക്കാളും നല്ലത് ഇതായിരിക്കും, അതായിരിക്കും ഇത് ഒത്തത് എന്നൊക്കെ പറയാണ്. എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹണിമൂണിനെ പോകും അല്ലേ ബാലേട്ട? അതെ, ഹണിമൂണിനെ പോകണം. കാരണം നിങ്ങൾ രണ്ടുപേരും അടുത്തിടപഴകിയിട്ടില്ലല്ലോ. നേരത്തെ ഉറപ്പിച്ച പെണ്ണാണെങ്കിൽ സംസാരം ഉണ്ടായിരുന്നു, ഫോം വിളി ഉണ്ടായിരുന്നു, കാണലുണ്ടായിരുന്നു. ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ. നീ പന്തലി വെച്ച് കണ്ടു, താലി കെട്ടി, അത്രല്ലേ ഉള്ളൂ. അവളുടെ കുടുംബം, വീട്ടുകാര്, കൂടപ്പിറപ്പ്, വീടിന്റെ സാഹചര്യം ഒന്നും നിനക്ക് അറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ കുറച്ച് അറിയാനൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു യാത്രയൊക്കെ നല്ലതാണ് എന്ന് ബാലനും പറയണം. അയ്യോ എന്നാലും വേണ്ട എന്ന് പറയുമ്പോഴേക്കും സുകന്യ അത് കേട്ട് വരുന്നുണ്ട്. എന്താ പറഞ്ഞത്, ഹണിമൂൺ യാത്രയെന്നോ? അതെ, എനിക്കും അല്ലാതെ ഇൻട്രസ്റ്റാ ധർമ്മേട്ട, നമുക്ക് ഹണിമൂൺ യാത്രക്ക് പോയാലോ എന്ന് പറയാണ്. അപ്പം എത്ര പറയണ്ട, അവര് പോയിട്ട് വരട്ടെ. ധർമ്മമാമ ഒന്നും പറയണ്ട, നിങ്ങൾ പോയിട്ട് വാ. കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിവിടെ ആനന്ദേട്ടനുണ്ട്, ആകാശേട്ടനുണ്ട്, അങ്കിൾ ഉണ്ട്, പിന്നെന്താ എന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് നമ്മുടെ ധർമ്മനെയും സുകന്യം കൂടി ഹണിമൂണിനെ വിടട്ടോ. ശരിക്കും പറഞ്ഞാൽ ധർമ്മം പെട്ടുപോവാണ്. ഹണിമൂൺ പേര് മാത്രമേ ഉള്ളൂ. 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. എവിടെയെങ്കിലും കറങ്ങാൻ കാണാൻ പോകുമ്പോ നമ്മുടെ സുകന്യാണെങ്കിൽ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ധർമ്മന്റെ വഴി നടക്കും. പക്ഷെ എല്ലാവരുടെ വിചാരം അവര് പ്രണയിച്ച് നടക്കുക എന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ അത് മാത്രല്ല, ഈ ഹണിമൂണിന് പോകുമ്പോ സുകന്യ ഒരാളെ കണ്ട് പേടിക്കുന്നത് കാണിച്ചായിരുന്നു. അത് വേറെ ആരുമല്ല, സുകന്യയുടെ കാമുകനാട്ടോ. അത് സുകന്യ പ്രണയിച്ച് പറ്റിച്ചത്, സുകന്യയുടെ ഭാഗത്തുനിന്ന് ചതിച്ചത്, തേച്ച കാമുകനാണ് വരുന്നത്. സുകന്യനെ തേച്ചതല്ല, സുകന്യ തേച്ച കാമുകനാണ് വരാൻ പോണത്. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നിമിഷങ്ങളാണ് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.